എന്താ ലോൺ എടുക്കുന്ന ഇടപാട് ഇതെന്ന് കരുതിയോ നീ? എവിടുന്നാ നീ ഈ ലോൺ ചോദിക്കുന്നത്? നിനക്കൊക്കെ 8,000 കോടി പോയിട്ട് 8,000 രൂപ പോലും തരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. ലക്ഷ്മി തന്റെ ഇടുപ്പിൽ കൈകുത്തി ജാടയോടെ പറഞ്ഞു. ചെറിയച്ച, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭാര്യ നല്ല പോലെ മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളോട് കടം ചോദിക്കില്ല, അതിന്റെ ആവശ്യം എനിക്കില്ല. പക്ഷേ നിങ്ങൾ എന്നോട് ചോദിച്ചു, അതും 8,000 കോടി. അതും ഈ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ബിസിനസ് പൊട്ടി കടം കയറി പിച്ചച്ചട്ടി എടുക്കുമെന്നായിപ്പോ അതിൽ നിന്ന് കരകയറാൻ എന്റെ അടുത്ത് ധനസഹായം ചോദിച്ച് താങ്കൾ വന്നു. ഒരു വാക്ക് പോലും മറുത്ത് പറയാതെയോ എന്തെങ്കിലും നിയമങ്ങൾ വെക്കാതെയാണ് ആ പണം ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത്. എന്നിട്ടിപ്പോ നിങ്ങളുടെ ഭാര്യ പറയുന്നത് കേട്ടോ, എന്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് ദേ പറയുന്ന കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല. ഋഷി ദേഷ്യത്തോടെ അലറി. അത് കേട്ടതും ദേഷ്യത്തോടെ പ്രദീപ് ലക്ഷ്മിക്ക് നേരെ തിരിഞ്ഞു. സമാധാനായല്ലോ നിനക്ക്? എല്ലാം നശിപ്പിച്ചപ്പോ സമാധാനായല്ലോ? അവളെ നോക്കി ദേഷ്യത്തോടെ പ്രദീപ് ചോദിച്ചു. ലക്ഷ്മിക്ക് ഒന്നും മനസ്സിലായില്ല. എന്താ പ്രദീപേട്ടാ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്? അവൻ എന്താ പറഞ്ഞിട്ട് പോയെന്ന് നിങ്ങളും കേട്ടില്ലേ? എന്നിട്ട് ആ പിച്ചും പേയും പറഞ്ഞവനോട് ചൂടാവാതെ എന്നോട് ചൂടാവുന്നോ? ലക്ഷ്മി പ്രദീപിനെ നോക്കി ചോദിച്ചു. അയ്യോ ഋഷി, അങ്കിളിന് എന്തുപറ്റി? ശബ്ദം കേട്ട് അങ്ങോട്ടെത്തിയ അഭിമന്യു ഋഷിയുടെ കയ്യിൽ ബോധം മറഞ്ഞു കിടക്കുന്ന പ്രതാപിനെ കണ്ടു ചോദിച്ചു. ഒന്നുമില്ല മനു, നീ എനിക്കൊരു ടാക്സി വിളിച്ചു തരണേ. നിറഞ്ഞ കണ്ണുകളോടെ അതും പറഞ്ഞ് ഋഷി മുൻപിലേക്ക് നടന്നു. അപ്പോഴേക്കും അവിടേക്ക് ആംബുലൻസ് എത്തിയിരുന്നു. അതിലെ സ്റ്റാഫുകളുടെ സഹായത്തോടെ അച്ഛനെയും കൂടെ അമ്മയെയും ആംബുലൻസിൽ കയറ്റി. ഞാൻ പെട്ടെന്ന് വരാട്ടോ, അമ്മ പേടിക്കാതെ. അച്ഛനൊന്നും സംഭവിക്കില്ല. ഞാൻ ദേ പിന്നാലെ തന്നെ ഒരു ടാക്സി പിടിച്ചു വരാം. ഋഷി തന്റെ അമ്മയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അവിടെ നിന്നും ആംബുലൻസ് പോയതും പ്രദീപ് ഋഷിക്കടുത്തേക്ക് ഓടി വന്നു. മോനെ, ഞാൻ കൂടെ വരാം, എന്റെ കാർ എടുക്കാം. ഋഷിക്ക് അരികിലേക്ക് വന്ന പ്രദീപ് പറഞ്ഞു. അത് കേട്ടതും ഋഷി അയാൾക്ക് നേരെ തിരിഞ്ഞു, തന്റെ ഇരു കൈകളും കൂപ്പി. ഇത്രയും നേരം ചെയ്തു തന്ന സഹായങ്ങൾ തന്നെ ധാരാളം. ദയവ് ചെയ്ത് ഇനിയും ഞങ്ങൾ ഉപദ്രവിക്കരുത്, പ്ലീസ്. ഋഷി തന്റെ ഉള്ളിലെ ദേഷ്യം കഴിവതും കൺട്രോൾ ചെയ്തുകൊണ്ട് പറഞ്ഞു. നിന്റെ അപ്പം ബോധം പോയി വീണതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? നാടകം കളിക്കാതെ ഇറങ്ങി പോവാൻ നോക്ക്. പുച്ഛത്തോടെ അതും പറഞ്ഞുകൊണ്ട് അർജുൻ അങ്ങോട്ട് വന്നു. അർജുൻ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൻ നമ്മുടെ ഫാമിലി മെമ്പർ അല്ലേ? ഋഷിയോടുള്ള അർജുന്റെ പെരുമാറ്റം കണ്ട് വിഷമം തോന്നിയ അഭിമന്യു പറഞ്ഞു. ഏത് ഫാമിലി? ആരുടെ ഫാമിലി? നാണം ഉണ്ടോ നിനക്ക്? തന്റെ വിവാഹം നടക്കുമ്പോ തന്നെ വലിഞ്ഞു കയറി വന്ന് ഇവിടെ ഇത്രയൊക്കെ മെസ്സാക്കി അവന് വേണ്ടി സംസാരിക്കാൻ. അഭിമന്യുവിനോടായി അർജുൻ ചോദിച്ചു. അത് കേട്ട അഭിമന്യു ആകെ അസ്വസ്ഥനായ പോലെ അർജുനെ നോക്കി. അഭിമന്യുവിന്റെ അമ്മയുടെ കുടുംബമായിരുന്നു ഇന്ദ്രപ്രസ്ഥം. പെൺകുട്ടികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഫാമിലിയായിരുന്നു ഇന്ദ്രപ്രസ്ഥം. അതുകൊണ്ട് തന്നെ തന്റെ അമ്മയുടെ ഫാമിലി എന്നതിലുപരി അഭിമന്യുവിന് അവിടെ വലിയ വോയിസ് ഒന്നും ഇല്ലായിരുന്നു താനും. അവിടെ പലരോടും മിണ്ടാൻ പോലും അഭിമന്യു നിൽക്കാറില്ലായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു പ്രധാനിയായിരുന്നു അർജുൻ. അതുകൊണ്ട് തന്നെ അഭിമന്യു ഇത്തവണയും അർജുന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനോ എന്തെങ്കിലും ചോദിക്കാനോ അഭിമന്യു തുനിഞ്ഞില്ല. ഋഷിയുടെ അവസ്ഥ കണ്ട് ആകെ പാവം തോന്നിയ അവൻ പെട്ടെന്ന് തന്നെ ഋഷിക്ക് ഒരു ക്യാബും വിളിച്ചു കൊടുത്തിരുന്നു. ഋഷി, മോനെ, നമുക്ക് ഒരുമിച്ച് പോവാം. ചേട്ടനിപ്പോ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്കും അല്പം ആശ്വാസമായേനെ. പ്രദീപ് പെട്ടെന്ന് മുൻപിലേക്ക് വന്ന് പറഞ്ഞു. വേണ്ട ചെറിയച്ച, അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. പിന്നെ അച്ഛനെ ഇനി ചേട്ടൻ എന്നൊന്നും വിളിച്ച് ചെറിയച്ചാൻ ബുദ്ധിമുട്ടുകയും വേണ്ട. അർജുൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കുടുംബവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അത് തന്നെയാണ് ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരുപോലെ നല്ലത്. പിന്നെ പോകും മുൻപ് ഞാൻ ഇവിടേക്ക് വരും. എന്റെ പണം എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കണം. ഋഷി താക്കീതോടെ പറഞ്ഞു. ഏയ്, എന്താണ് ഇതൊക്കെ? നീ എന്താ ഋഷി ഇങ്ങനെയൊക്കെ പറയുന്നേ? എല്ലാം കേട്ട് ആകെ തകർന്നു പോയ അഭിമന്യു ചോദിച്ചു. ഏയ്, നിന്നെ ഞാൻ ഈ ഫാമിലിയിൽ കൺസിഡർ ചെയ്തിട്ടില്ല മനു. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. കാണാൻ വരാം. ഞാൻ നിന്റെ കൂടെ തന്നെ കാണും. പിന്നെ സമയം പോലെ നീ കൃതിയും കൂട്ടി കൊച്ചിയിൽ വരണം. മനുവിനെ ഹഗ് ചെയ്തുകൊണ്ട് ഋഷി പറഞ്ഞു. അത് കേൾക്കെ മനുവിനാകെ സങ്കടം തോന്നി. എന്താടാ ഋഷി, നീ ഇങ്ങനെയൊന്നും സംസാരിക്കാതെ? വിഷമത്തോടെ അഭിമന്യു പറഞ്ഞതും ഋഷി ചിരിയോടെ അവനോട് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചു. പ്ലീസ് ഡോണ്ട് ബി സാഡ്. നീ ഞാൻ കാരണം സങ്കടപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. നീ സങ്കടപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ഈ കെട്ടിന് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. തെറ്റ് മുഴുവൻ എന്റെയാ. ഐ ആം സോറി. ആ,
ഈ ഗിഫ്റ്റ് കൃതിക്ക് കൊടുക്കണം. ഞാൻ പോവാ. ഋഷിന്റെ വളർച്ച എത്രത്തോളം വലുതാണെന്നും അവന്റെ സഹായമില്ലാത്ത പക്ഷം തങ്ങൾ ആരും ഒന്നുമല്ലാതാകുമെന്നും അയാൾക്കറിയാമായിരുന്നു. അതെല്ലാം ഓർക്കെ ആകെ അയാൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിന്നപ്പോഴേക്കും ഋഷി ക്യാബിൽ കയറി അവിടം വിട്ടിരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഋഷി ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. ഹായ് സർ, ഹൗ കെൻ ഐ ഹെൽപ്പ് യു? ഹോസ്പിറ്റൽ റിസപ്ഷനിലെ ലേഡി ഋഷിയെ കണ്ടതും ചോദിച്ചു. അത് ഇവിടെ അഡ്മിറ്റ് ചെയ്ത പ്രതാപ്. ഋഷി സംശയത്തോടെ ചോദിച്ചു തീരും മുൻപേ കരഞ്ഞുകൊണ്ട് ഉമാദേവി അവന്റെ അടുത്തേക്ക് ഓടി വന്നിരുന്നു. ഋഷി, പെട്ടെന്ന് വാ. അദ്ദേഹത്തിന് വേഗം പോയി ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറയൂ. എനിക്ക് പേടിയാവുന്നു മോനെ. ഉമാദേവി കരഞ്ഞുകൊണ്ട് പറഞ്ഞത് കേട്ട് ഋഷി ആകെ ഞെട്ടി. കാര്യം കൃത്യമായി മനസ്സിലായില്ലെങ്കിലും ഋഷി പെട്ടെന്ന് തന്റെ അമ്മയുടെ കൂടെ ചെന്നു. അമ്മേ, എന്താ പറ്റിയത്? ശരിക്കും നിങ്ങൾ എപ്പോഴാണ് ഇവിടെ വന്നത്? ട്രീറ്റ്മെന്റ് തുടങ്ങാൻ എന്താ ഇത്രയും വൈകുന്നത്? ഋഷി ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു. ഓപ്പറേഷന് വേണ്ട പണം നമുക്ക് താങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവര് പ്രശ്നം ഉണ്ടാക്കുക മോനെ. എന്നിട്ട് ഇവിടെ നിന്നും അച്ഛനെ വേറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ. നീ വരും, വന്നിട്ട് പണം അടച്ചോളാം എന്നൊക്കെ ഞാൻ പല ആവർത്തി പറഞ്ഞു നോക്കി. എന്നിട്ടൊന്നും അവര് കേൾക്കുന്നില്ല. എനിക്കാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല മോനെ. ഉമാദേവി കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. എന്ത്? അവരങ്ങനെ പറഞ്ഞു? ഇതെന്ത് ഹോസ്പിറ്റലാ? ആരെങ്കിലും ജീവന് വേണ്ടി മല്ലടിക്കുമ്പോ ചികിത്സ തരില്ല, പണമാണ് പ്രധാനം എന്നൊക്കെ ഇവർക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? ഋഷി ദേഷ്യത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും ഋഷി പ്രതാപിനെ കിടത്തിയ റൂമിന് മുൻപിൽ എത്തിയിരുന്നു. തന്നോട് പണമില്ലാതെ ചികിത്സിക്കില്ലെന്ന് പറഞ്ഞ നേഴ്സിനെ ഉമാദേവി ഋഷിക്ക് കാണിച്ചു കൊടുത്തു. അത് കണ്ടതും ഋഷി ദേഷ്യത്തോടെ അവർക്കടുത്തേക്ക് നടന്നു. ഏയ്, നിങ്ങളൊക്കെ എന്തും നോക്കി നിൽക്കുക ഇവിടെ? പെട്ടെന്ന് തന്നെ അച്ഛന് വേണ്ട ട്രീറ്റ്മെന്റ് തുടങ്ങൂ. പണം മുഴുവൻ ഞാൻ ദാ ഇപ്പൊ തന്നെ തരാം. ഋഷി അവരോട് പറഞ്ഞു. മിസ്റ്റർ, താങ്കളുടെ അച്ഛൻ വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. അയാൾ ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ചീഫ് സ്പെഷ്യലിസ്റ്റ് വരണം. ആൻഡ് ഓപ്പറേഷന്റെ എക്സ്പെൻസ് 20 ലക്ഷം രൂപയാണ്. അതാണ് ഞാൻ നിങ്ങളുടെ അമ്മയോട് ഇത്രയും നേരം വിശദീകരിച്ചത്. എന്നിട്ട് അവർ താൻ വന്നാലുടൻ എമൗണ്ട് മുഴുവൻ തരാമെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് കരയുകയായിരുന്നു. താങ്കളുടെ കയ്യിൽ വല്ല പൈസ ഉണ്ടോ? ആ നേഴ്സ് ചോദിച്ചു. അവളുടെ സ്വരത്തിൽ ദയയുടെ ഒരു കണിക പോലും ഇല്ലായിരുന്നു. പണം തരാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിങ്ങൾ ആദ്യം അദ്ദേഹത്തിനുള്ള ചികിത്സ തുടങ്ങൂ, ഋഷി ധൃതിയിൽ പറഞ്ഞു. എന്നാൽ ആ നേഴ്സിനോ അവിടെ ഉണ്ടായിരുന്ന മറ്റു ജീവനക്കാർക്കോ ആ കാര്യം വിശ്വാസം തോന്നിയില്ല. അവർ വീണ്ടും ഋഷിയോട് ആ നിമിഷം തന്നെ പണം തരാൻ ആവശ്യപ്പെട്ടു. അത് കേൾക്കെ ഋഷിക്ക് അവരോട് ദേഷ്യം തോന്നി. ഏയ്, ഇവരെയില്ലേ നിനക്കൊന്നും? ഒരാൾ ഇവിടെ ജീവന് വേണ്ടി പടയുമ്പോ നാണമുണ്ടോ? ഋഷി ആശുപത്രി ജീവനക്കാരെ നോക്കി അലറി. അവന്റെ ആ ക്രോധം കണ്ട് അവരെല്ലാം ആകെ ഭയന്നു. ആശുപത്രിയുടെ ഇടനാഴിയിലൂടെ നടന്നു പോയവർ അവന്റെ ശബ്ദം കേട്ടു നിന്നു. പണം നൽകാനാകുന്നില്ലെന്ന് കരുതി ആശുപത്രി മാനേജ്മെന്റുമായി വഴക്കിടുന്ന ആളാണെന്ന് കരുതി അവരിൽ ചിലർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽ അധികാരികളെ വിളിച്ച് കാര്യം അറിയിച്ചു. തുടർന്ന് ഇരുവശത്തും സെക്യൂരിറ്റീസുമായി ആശുപത്രി ഡയറക്ടർ അവിടെ എത്തി. അന്നേരമായിരുന്നു ഋഷിയുടെ ഫോൺ റിങ് ചെയ്തത്. അതിൽ നൈനിക് എന്ന പേര് കണ്ടതും ഋഷി പതിയെ തന്നെ ഫോൺ എടുത്തു. ഹലോ ഋഷി. മറുപുറത്ത് നിന്നും നൈനികിന്റെ ശബ്ദം കേട്ട് ഋഷി തിരികെ സംശയത്തോടെ ഹലോ പറഞ്ഞു. ഋഷി, നീ ഇപ്പൊ എന്റെ ഹോസ്പിറ്റലാണെന്ന് എനിക്കറിയാം. കുറച്ചു നേരം കാത്തിരിക്കുക, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം. നൈനിക് അത്രയും പറഞ്ഞ ശേഷം ഋഷി എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ഫോൺ കട്ട് ചെയ്തു. ഇത് നൈനിക്കിന്റെ ഹോസ്പിറ്റലാണ്. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.